എസിൻ്റെ പ്രസംഗ ശൈലി ഒരുപാട് പേരെ വി എസിനെ ശ്രദ്ധിക്കാൻ ഇടയാക്കിയ ഒന്നാണ്. അത് ഈ ടെലിവിഷൻ ചാനലുകളുടെ തുടക്കം മുതൽ ആണ്. ഒരു പക്ഷേ അത് മലയാളിക്ക് കൂടുതൽ അവരുടെ സ്വീകരണ മുറികളിലേക്ക് വി എസിൻ്റെ ഈ നീട്ടിയും കുറുകിയുമുള്ള പ്രസംഗം പരിചിതമാകുന്നത്. അത് സത്യത്തിൽ എന്നു മുതലാണ് എന്ന കാര്യത്തിൽ എന്തെങ്കിലും വായിച്ചു? അദ്ദേഹം പറയുന്നത് അതായത് ഏറ്റവും അടിസ്ഥാന വർഗത്തിനിടയിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന വിഷയം തീർച്ചയായും ഒരു സംശയം വേണ്ട. അതായത് ഇപ്പോൾ എപ്പോഴും ഈ വലതുപക്ഷത്തിനുള്ള ഒരു ഗുണം എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ആയിട്ട് കാര്യം പറഞ്ഞാൽ മതി. ഇടതുപക്ഷത്തിന് എപ്പോഴും വിശദീകരിക്കണം എന്നുള്ളതൊരു പ്രശ്നമുണ്ട്. കാരണം അങ്ങനെ പെട്ടെന്ന് ഈ യുക്തിയിലേക്ക് കയറി പിടിക്കാൻ അവരുടെ സാധാരണ ആളുകൾക്ക് പെട്ടെന്ന് കഴിയാറില്ല. അപ്പോൾ വിശദീകരിക്കണം. ഈ കാര്യം ഏറ്റവും അടിസ്ഥാന വർഗത്തോട് വിശദീകരിക്കുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയില്ല. അവർക്കൊരു രസം ഇല്ലാത്ത ഒന്നും അതിനോട് എന്താണ് അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കില്ല. അപ്പോൾ അത് മനസ്സിലാക്കി കൊടുക്കാൻ സ്വയം തീരുമാനിച്ച് നടപ്പാക്കിയ ഒരു പരിപാടിയാണ് ഈ നീട്ടലും കുറുക്കലും എന്ന്. അത് കഴിഞ്ഞ ദിവസം എം എ ബേബി പറയുന്നുണ്ട്, ആ നീട്ടലും കുറുക്കലും ഇതിനേക്കാൾ കൂടുതലുണ്ടായിരുന്നു. അത് ഇടക്കാലത്ത് പിന്നീട് അത് കുറച്ചതാണ് എന്നുള്ളത്. അതെ, കൂടുതൽ അതായത് അതിനുശേഷം അതായത് അദ്ദേഹം കുറെ കൂടി സജീവമായി ഈ പാർലമെന്ററി രംഗത്തൊക്കെ മറ്റു പ്രവർത്തനങ്ങളിലേക്കൊക്കെ കൂടുതൽ വരുമ്പോൾ, പുതിയ കാലത്തേക്ക് വരുമ്പോഴൊക്കെ അദ്ദേഹത്തിന് അത് കുറഞ്ഞിട്ടുണ്ട്. അതിനേക്കാൾ ഗംഭീരമായ നീട്ടലും കുറുക്കലും മുമ്പുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. വി എസിൻ്റെ ആ നീട്ടലും കുറുക്കലും ആദ്യകാലത്ത് അദ്ദേഹത്തിന് ഈ അടിസ്ഥാന വർഗത്തെ ഒപ്പം നിർത്താൻ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അതിനുശേഷം ഈ പുതിയ കാലത്ത് വി എസ് അച്യുതാനന്ദൻ്റെ നീട്ടലും കുറുക്കലും പൊതുസമൂഹത്തിനിടയിൽ അദ്ദേഹത്തിന് സ്വീകാര്യത വർദ്ധിപ്പിക്കാനോ അല്ലെങ്കിൽ അവർക്കും ഇത് രസിച്ചിട്ടുണ്ട്. അത് പിന്നെ ഈ മിമിക്രിക്കാരും ഒക്കെ എടുത്ത് പ്രയോഗിച്ച് അതുമാത്രമല്ല വി എസ് അച്യുതാനന്ദൻ എന്നുള്ളതിനപ്പുറത്ത് കൂടുതൽ അടുത്ത് നിൽക്കുന്ന അച്ചുമാമ എന്നുള്ള പ്രയോഗമാണ് ആ കാലത്ത് ഇവരൊക്കെ നടത്തിയിട്ടുള്ളത്. ഇന്ന് കുട്ടികൾ അന്ന് പാർട്ടിക്കാർക്ക് അത് കേൾക്കുമ്പോൾ ദേഷ്യം വരുമായിരുന്നു അന്നൊക്കെ. പക്ഷെ ഇപ്പോ ഈ ജനാവലി വളരെ സ്നേഹത്തോടെയാണ് അത് വിളിക്കുന്നത്. അങ്ങനെ വളരെ സ്നേഹത്തോടെ ഒരു കാരണവരെ വിളിക്കുന്ന സ്നേഹവും ഒക്കെ അടുപ്പവും ഒക്കെയാണ് അവർക്ക് എല്ലാവർക്കും. ഒരു കുടുംബാംഗം പോലെ ആണ് അവർക്ക്. അതായത് ചിലപ്പോൾ അതിനകത്ത് ഒരു കാര്യം, ഒരു പാർട്ടിയുടെ സംഘടനാ ശരീരത്തിന് മനസ്സിലാകാത്ത യുക്തി ലോകത്തുണ്ടല്ലോ. അത് തീർച്ചയായും അത് വേറൊരു തരത്തിൽ അതിങ്ങനെ ലോകം എന്ന് പറയുന്നത് എല്ലാം ഇടതുപക്ഷമല്ല, അത് എല്ലാം വലതുപക്ഷവും അതും ഇതും എല്ലാം കൂടെ ചേരുന്നതാണ് ലോകം. അപ്പോൾ ആ സമൂഹം എന്ന് പറയുന്നത്, ആ സമൂഹത്തിനിടയിൽ ഇതെല്ലാം പ്രവർത്തിക്കും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ. അതിൻ്റെ ആനുകൂല്യം ഈ ഒടുവിലെ കാലത്തൊക്കെ വി എസിന് നന്നായി കിട്ടിയിട്ടുണ്ട് എന്നതുകൂടിയാണ് അതിൻ്റെ വാസ്തവം. അതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞു വന്നത്, ഈ അദ്ദേഹത്തിൻ്റെ ഈ ഓരോ സമ്മേളന കാലയളവിലും അദ്ദേഹം ഓരോ പദ്ധതികൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഇപ്പോൾ പണ്ട് പാലക്കാട് വെട്ടിനിരത്തൽ എന്ന് വി എസ് അച്യുതാനന്ദനെതിരെ വെട്ടിനിരത്തി, വി എസും പിണറായിയും കൂടി വെട്ടിനിരത്തി എന്ന്, CITU ലോബിയെ വെട്ടിനിരത്തി എന്നൊക്കെ പറയുന്ന കാലത്ത് സത്യം പറഞ്ഞാൽ EMS ജയിച്ചു വന്നത് കഷ്ടിയാണ്. കാരണം ആരോക്കെയോ ഒന്നോ രണ്ടോ പേര് EMSനെ തോൽപ്പിക്കേണ്ടെന്ന് തീരുമാനിച്ചുകൊണ്ടാണ് EMS ജയിച്ചു വരാൻ പറ്റുന്നത്. അല്ലെങ്കിൽ EMS പോലും പാനലിൽ തോറ്റു പോകുന്ന സ്ഥിതിയിലേക്ക് അന്നത്തെ വിഭാഗീയത കാര്യങ്ങളെ കൊണ്ടുചെന്നെത്തിക്കാൻ വി എസ് അച്യുതാനന്ദന് കഴിഞ്ഞു. അതായത് അന്നത്തെ എന്താണ് പാർട്ടിയിലെ തലതൊട്ടപ്പനായി EMS ഉള്ളപ്പോഴും EMSുമായി നേർക്ക് നേരെ പോരാടാൻ വി എസ് അച്യുതാനന്ദൻ റെഡിയാണ് എന്നുള്ളതാണ്. വി എസിന് ആ ഒരു പ്രശ്നം ഒരു ഘട്ടത്തിലും ഉണ്ടായിട്ടില്ല. CITU അന്ന്, അതായത് തൊഴിലാളി വർഗ പ്രസ്ഥാനം എന്ന നിലയ്ക്ക് തന്നെ സമ്പൂർണ്ണമായി ഇതിനകത്ത് ട്രേഡ് യൂണിയനുകളെല്ലാം ഏറ്റവും ശക്തമായി നിൽക്കുകയും അവർ സംഘടനയുടെ നിയന്ത്രണത്തെ, പാർട്ടിയുടെ നിയന്ത്രണത്തെ തന്നെ അവർ കൈയാളുകയും ചെയ്യുന്ന ഒരു കാലത്താണ് അതിനെ വി എസ് അച്യുതാനന്ദനെ പിടിച്ചെടുക്കുന്നത്. അതായത് പിണറായി വിജയനെ കൂടി ഒപ്പം ചേർത്തുകൊണ്ട് അത് പിടിച്ചെടുക്കുന്നത്. അപ്പോൾ ഓരോ ഘട്ടത്തിലും ആ കാലത്തിന് വേണ്ട തിരിച്ചറിവോടെ വി എസ് അച്യുതാനന്ദൻ ഇടപെട്ടിട്ടുണ്ട്, പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സംബന്ധിച്ച് ആ കാലത്തുനിന്ന് ചരിത്രത്തിൽ നിന്ന് ഇറങ്ങി വന്ന മനുഷ്യനാണ്. ആ കാലത്തെ ജമ്മികളോടും ഗുണ്ടകളോടും ഒക്കെ പടപൊരുതിയിട്ടുള്ള, ആ കാലത്തെ ഒട്ടും മയമില്ലാത്ത പോലീസിനോട് ഒക്കെ പിടിച്ചു നിന്ന മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം അദ്ദേഹത്തിന് പിന്നീടുള്ള ശത്രുക്കളോ എതിരാളികളോ ഒക്കെ വീര്യം കുറഞ്ഞവരായിരിക്കാം ഒരു പക്ഷേ, അല്ലേ? എനിക്ക് എത്രത്തോളം വാസ്തവമുണ്ട് എന്നുള്ള കാര്യത്തിലൊക്കെ അതൊക്കെ വേറെയാണ്. പക്ഷെ വി എസിനെ ചേർത്ത് ഒത്തിരി കഥകളുണ്ടല്ലോ. അപ്പോൾ വി എസ് അതായത് നമ്മൾ ഈ ശ്വസനക്രിയ നടത്തുന്ന സ്വാമിയുടെ പേരെന്താ, ശ്രീ രവിശങ്കർ. ശ്രീ രവിശങ്കറിൻ്റെ പരിപാടികൾ ഇങ്ങനെ വളരെ സജീവമായി കേരളത്തിലൊക്കെ വരുന്നത് അതിനൊരു രാഷ്ട്രീയ
രൂപം അല്ലെങ്കിൽ ഒരു BJP പിന്തുണയ്ക്കുന്ന ഒരു സംവിധാനമാണ് അത് എന്നുള്ള ഒരു തോന്നലൊന്നും ഒരു ഘട്ടത്തിലും ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ശ്രീ രവിശങ്കർ നേരിട്ട് BJP RSSനെ പിന്തുണയ്ക്കുന്ന ഒരാളാണ്, ആ പ്രത്യയശാസ്ത്രത്തെ പിന്തുണയ്ക്കുന്ന ആളാണ് എന്നുള്ള തോന്നലില്ലാതെയാണ് ആ സംവിധാനം കേരളത്തിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ചില സാംസ്കാരിക സംഘടനകളും മറ്റൊരൊക്കെയാണ് ഈ ആർട്ട് ഓഫ് ലിവിങ് ഒരു മഹത്തായ സംഗതിയായി തന്നെ എല്ലാവരും ഇങ്ങനെ പറയുന്നു. അതൊരു പിന്നെ കൊടുങ്കാറ്റ് പോലെ ഇങ്ങനെ വ്യാപിക്കുന്നു, എല്ലാ സ്ഥലത്തും എല്ലാവരും അതിലൊക്കെ പങ്കെടുക്കുന്നു. ആ സമയത്ത് തിരുവനന്തപുരത്ത് ഇതിൻ്റെ ഒരു ക്ലാസ് നടത്തുന്നതിന് വേണ്ട ആലോചനകളെക്കുറിച്ചൊക്കെ ഈ പാർട്ടിക്കുള്ളിലുള്ള ചില ആളുകളുണ്ടല്ലോ, ചില ഇത്തരം പരിപാടികളൊക്കെ കാണുമ്പോൾ കൗതുകം തോന്നുന്ന ചില നേതാക്കന്മാരുണ്ടല്ലോ. അങ്ങനെ ചിലർ VSനോട് ഇങ്ങനെ VS അടങ്ങുന്ന ഒരു മീറ്റിങ്ങിൽ ഈ പരിപാടി കൊള്ളാം, ഇത് നല്ലതാണ്, ഗംഭീരമാണ്, വിശ്വസനക്രിയയും പരിപാടികളൊക്കെ അത് ഗംഭീരമാണ്, അത് നടത്താനൊക്കെ പറ്റിയാൽ ഇതുപോലുള്ള നമ്മുടെ ഈ സംവിധാനങ്ങളൊക്കെ പ്രയോജനപ്പെടുത്തിയാൽ അത് നന്നാവും എന്ന് പറഞ്ഞപ്പോൾ VS അതിന് കൊടുത്ത മറുപടി ഇപ്പം ശ്വാസം വിടുന്നത് പോലെ തന്നെ വിട്ടാൽ മതി എന്നായിരുന്നു അത്രേ. അതായത് അതിനിപ്പോൾ ശ്വാസം വിടാൻ വേറെ ക്ലാസിൻ്റെ ആവശ്യമില്ല, ഇപ്പം ശ്വാസം വിടുന്ന പോലെയൊക്കെ തന്നെ വിട്ടാൽ മതിയെന്ന്. അപ്പോൾ അങ്ങനെയാണ്, അതായത് അത് അന്നേരം തിരിച്ചറിയാൻ VS അച്യുതാനന്ദന് പറ്റിയിരുന്നു എന്നുള്ളത് കൊണ്ട് കൂടിയാണല്ലോ. ഇതിൽ വിശ്വസിക്കാവുന്ന ആളുകളൊക്കെ തന്നെയാണ് ഈ കഥകൾ നമ്മളോട് പറഞ്ഞു തന്നിട്ടുള്ളത്, ആ കാലത്താവപ്പോൾ ഉണ്ടായിരുന്ന പലരും. എന്തായാലും ഇങ്ങനെയാണ് ഒരു രാഷ്ട്രീയ സാഹചര്യത്തെ, ഒരു രാഷ്ട്രീയ വെല്ലുവിളിയെ ഒക്കെ VS അദ്ദേഹത്തിൻ്റെ സൂക്ഷ്മ ബുദ്ധി കൊണ്ട് അദ്ദേഹം വിലയിരുത്തിയിരുന്നതും തിരുത്തിയിരുന്നതും. ഏറിയ ഡയലോഗുകൾ പോലും അദ്ദേഹം നടത്തിയിട്ടുള്ള ഇപ്പോൾ എല്ലാവരും വളരെ സ്നേഹത്തോടെ ഓർത്തെടുക്കുന്നത്. ഇപ്പോൾ പന്ന്യൻ തന്നെ പറയുന്നത്, അന്ന് CPIയുടെ ഓഫീസ് പൊളിക്കുന്ന സമയത്ത് മാധ്യമങ്ങളുടെ പ്രതികരണം ചോദിക്കുമ്പോൾ അതിനെ CPI എതിർത്ത് നിന്നപ്പോൾ, മൂന്നാർ ദൗത്യത്തെ എതിർത്തപ്പോൾ അതിന് പാർട്ടിയുടെ പ്രതികരണം ചോദിക്കുമ്പോൾ പന്ന്യൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കോട്ടിട്ട ആളും അതിന് മുകളിലുള്ള ആളുമാണ് ഈ പ്രശ്നമെന്ന് പറഞ്ഞപ്പോൾ അത് VSനെ ഉദ്ദേശിച്ചാണോ എന്ന് ചോദിച്ചപ്പോൾ VS അച്യുതാനന്ദൻ പന്ന്യനെ കുറിച്ച് പറയുന്നത്, നിങ്ങൾക്കൊക്കെ താടി മുന്നിലാണ്, ഈ താടി പിന്നിൽ നീട്ടി വളർത്തിയ ആളാണ്, അദ്ദേഹത്തിന് താടി പിന്നിലാണ്, അദ്ദേഹത്തിനാണ് പ്രശ്നം എന്ന് പറയുന്ന ആ ഡയലോഗ് തന്നെ ഇന്ന് പന്ന്യൻ ഓർത്തെടുക്കുകയാണ്. അദ്ദേഹമാണ് രാഷ്ട്രീയത്തിലെ സന്യാസിയാണ് VS അച്യുതാനന്ദൻ എന്ന് പറഞ്ഞത്. മഴയത്തും ആളുകൾ കാത്തുനിന്ന് മുദ്രാവാക്യം വിളിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ആ മഴയത്തും ആ വിലാപയാത്ര മുന്നോട്ട് തന്നെ നീങ്ങുന്നു.